2-3 ദിവസത്തിനുള്ളിൽ തൂക്കുകൂടാനായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ വർഗീസ് വരട്ടിയപ്പോ മുട്ടുകൂട്ടി ഇടിച്ചത്. പിണറായി വിജയൻ അല്ല വിളിച്ചു വരട്ടിയത്. CV വർഗീസ്, കോമ്രേഡ് CV വർഗീസ് പാർട്ടി CPM ജില്ലാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, റോഷി മാറിയാൽ ഇന്ന അപകടം വരാൻ പോകുന്നു. കോടികളുടെയാണ് നഷ്ടം വരുന്നത് റോഷി. മനസ്സിലായില്ലേ? അത് മാത്രം ഒരു സൂചന ഞാൻ തരാം. ബാക്കി എല്ലാം പൊതുവേദിയിൽ പറയില്ല. അത് നല്ല അതിഭയങ്കരമായ ഒരു പ്രസ് റിലീസ് നിങ്ങൾ ആക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ മേഖലയിലും അടിയാ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആൻസി കൗൺസിലർ ഉണ്ട്. കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായില്ലോ, പഞ്ചായത്തിനകത്ത് പ്രശ്നം ഉണ്ടായില്ലേ? എന്താ സംഭവിച്ചത്? ഒട്ടുത്തു ആൻസി കൂടെ എണ്ണം അവന്റെ തലയുടെ മണ്ട പറഞ്ഞു. ഷാരി പഞ്ചായത്ത് മെമ്പറെ കാലുമാറ്റിക്കൊണ്ടുപോയി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാലുമാറ്റിക്കൊണ്ടുപോയി. ബൈ-ഇലക്ഷൻ വന്നു. സുന്ദരമായിട്ട് ജനങ്ങളോട് ജയിപ്പിച്ചു, വീണ്ടും ജയിപ്പിച്ചു. രാജേഷിന്റെ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് ഞാൻ ഓർക്കുക. രാജേഷ് വന്ന ദിവസം 10-25 സഖാക്കൾ വക്കത്തിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഞ്ഞിക്കൂടിയിട്ട് വാക്കത്തിന് ഇറങ്ങി ഞങ്ങൾ വന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും യുവമാർ മാത്രമുള്ള ഈ ഗുണ്ടകളുണ്ടെന്നല്ലേ പറയുന്നത്. നമ്മുടെ ഗുണ്ടകളൊന്നുമില്ല, നല്ല ചെറുപ്പക്കാർ 19 പേരൊന്നുണ്ടാവും. കാപ്പിപ്പത്രമായിട്ട് ചുമ്മാതെ മറ്റേ ഈ നെഞ്ഞാമിന്റെ സാധനങ്ങളൊക്കെ പോകുന്നത്. കാപ്പിപ്പത്രം വെട്ടി ശരിയാക്കി തന്നെ തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തു. ക്യാമ്പിന് പോയിരുന്ന രാജേഷിന്റെ കൊണ്ടുവന്നു. ഞങ്ങള് അന്ന് സോയിമാനൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ വന്നു. സോയിമാനെ ഏതാണ്ട് ഇത് എടുക്കുമെന്ന് പറഞ്ഞു. ഓരോ എടുക്കണം നടന്നില്ല. എടുത്ത പണത്തെ എടുത്തിട്ട് ഒന്നിച്ച് പോകുന്നു തീരുമാനിച്ചവന്മാർ വഴി പോകും. ഞാൻ ഓർക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞു രാജേഷിന്റെ വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്തുകൊണ്ട് സമ്മേളനം നടക്കുക. PD ശോശാമ്മ AICC മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഇപ്പറേ അവന്റെ ഒരു ആധാരക്കെട്ടിന്റെ ബാക്കി കൂടെ ഒരു ആധാരക്കെടുക്കാൻ വേണ്ടി ഒരു പയ്യൻ വന്നു. ബൈക്ക് എടുക്കാൻ വന്ന അവിടെ ചേട്ടാ ഇവനാണ് പോയി വഴി പിള്ളേര് പോയി കഴിഞ്ഞാൽ ഉമ്മാന്റെ ബോർഡ് കാണുന്നുണ്ട്. മുനിമാർക്ക് മാത്രമല്ല ബോർഡ് കയറാൻ അറിയാവുന്നത്. കാണ്ടിക്കണ്ട ബോർഡിലാണ് കൊണ്ട് വലിച്ചത് ആടി ചവിട്ടി കൂട്ടി. അപ്പൊ ഇവര് അറിഞ്ഞു വന്നപ്പോ തിരുവരെ യോഗത്തിൽ PD ശോശാമ്മ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ട്. അപ്പൊ പറഞ്ഞതേ നമ്മുടെ ഒരാളിനെ ഓടിച്ച് ബാക്കി കയറ്റിയേക്കാന്ന് പറഞ്ഞു. അവനല്ല ഈ സാധനം മുട്ടിയെ പിള്ളേരെ അങ്ങനെ എടുത്തിരിക്കാവുന്ന. ഉടനെ ഞങ്ങൾ ഒരാളോട് തിരിച്ചു വന്നു. തിരിച്ചു JP വിട്ടു വന്നപ്പോ രാജേഷിന് JP കയറി. അപ്പൊ നമ്മളെ അവിടെ ഒരു വിശിഷ്ട താരമുണ്ട്, ബിസി എന്ന് പറയുന്ന ഒരു സായിപ്പന്റെ മോള്. മനസ്സിലായില്ലേ? അയാൾ തെരി പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. ഞാൻ രാജേഷിനോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ അന്നാലും ബ്ലൗസ് നിർത്തിക്കണം. രാജേഷിന്റെ ആദിവാസിയാണ്. പിന്നെ വകുപ്പെന്നാണുള്ളത് നമുക്കറിയാൻ ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞ് അവിടെ വലിയ ബഹളമണിമാർ വണ്ടി അവളെ കണ്ടു സംഭവിക്കുന്നത് പുറത്തിറങ്ങി. അപ്പൊ സോയിമാനെ പിന്നിക്കൊണ്ട് പോയിട്ട് നമ്മൾ സേതുമാർ തിരിച്ചെത്തി. അപ്പൊ വക്കച്ച പഞ്ചായത്ത് ദിവസം നടുറോട്ടിലേക്ക് ആടി. ആർക്കാണ് അടിക്കേണ്ടതെന്ന് ചോദിച്ചു. വക്കച്ചാൻ അവിടെ അനുഭവിക്കുന്നു. വക്കച്ച 2 തപ്പൊക്കെ തപ്പി ആളുകളൊക്കെ കൂടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോ പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു, ഇവിടെ നിങ്ങളൊരു പണി ചെയ്യണം, നിങ്ങൾ പുറ്റ് പോകണം. ഞാൻ പറഞ്ഞ ഈ വണ്ടി ടാക്സ് അടയ്ക്കുന്നതാണ്, ഞങ്ങളുടെ വണ്ടി തടസ്സം ചെയ്തേക്ക. നീ ആണാണ് ഈ പോലീസിന്റെ കുപ്പായിട്ട് ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടുകാര് വിനോദന നികുതി പണം കൊണ്ടാണ് നിനക്കൊക്കെ ശമ്പളം തരുന്നത്. വേണമെങ്കിൽ മാറ്റാൻ പറഞ്ഞു. മാറ്റിയില്ല ഞാൻ കടന്നു പോകുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി തന്നു. അതോടുകൂടി പക്കത്തെ അടവ് കഴിഞ്ഞപ്പോൾ അതോടുകൂടി നിന്നു. ഞാനിത് പറയാൻ കാരണം പിണറായി വിജയൻ ഒരു യാത്ര വെച്ച് ഓർമ്മയില്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും കരികൊടി കാണിച്ചപ്പോ അവരെ ചെടിച്ചട്ടി എടുത്ത് അടിച്ചവനാണ് പിണറായി വിജയന്റെ പോലീസ് ഗൺമാൻ. ആ ഗൺമാനെ കൊണ്ട് പൂച്ചട്ടി എടുത്ത് അടക്കിടിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതിന്റെ രക്ഷാപ്രവർത്തനമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ രക്ഷാപ്രവർത്തനം എങ്ങനെയാ പോണേ? 20 കാർ മുമ്പിൽ പോലീസ്, 20 എണ്ണം മുമ്പിൽ, 20 എണ്ണം പുറകിൽ. കേരളം കണ്ട ഏറ്റവും നല്ല കരുത്തരായ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ K. കരുണാകരൻ. അദ്ദേഹം 2 വണ്ടി അങ്ങനെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഇവന്മാർ ആഘോഷിക്കുമായിരുന്നു. ഇവന്മാര് പറഞ്ഞത് മുഴുവൻ തിരുത്തി പറയുകയാണ്. ആ തിരുത്തലിന് ഭാഗമാകാൻ 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ നേരത്തെ എത്തി നമ്മുടെ വിലയേറിയ സമ്മതിദാനം രേഖപ്പെടുത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.